നമ്മൾ സബ്ജക്റ്റ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ്റെ ആർക്കിടെക്ചറിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ് ഇൻസ്ട്രക്ഷൻ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടർ കൊടുക്കുന്ന ടാസ്ക്കാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഇൻസ്ട്രക്ഷന് ഒരു ഫോർമാറ്റ് ഉണ്ടാവും, ഇൻസ്ട്രക്ഷൻ കോഡ് ഫോർമാറ്റ്. അപ്പോൾ അതിൽ 3 ഫീൽഡ്സ് ഉണ്ടാവും. അഡ്രസ് ഫീൽഡ് ഉണ്ടാവും, അതുപോലെ തന്നെ ഓപ്പറേഷൻ കോഡ് ഫീൽഡ് ഉണ്ടാവും, അതുപോലെ തന്നെ മോഡ് ബിറ്റ് ഉണ്ടാവും. അതൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ കുറേ ഫേസസ് വഴിയാണ് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷന് 4 ഫേസ് ഉണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ അപ്പോൾ അതൊരു അഡീഷണൽ ഓപ്പറേഷൻ ആവും. A+B എന്ന് പറഞ്ഞാൽ ഒരു 2 ഓപ്പറൻറ്റ് ആഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, അപ്പോൾ അതിൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പം there are 4 phases to execute an instruction. A first phase എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രക്ഷൻ fetch instruction from memory. ഓക്കെ, എന്താണ് fetch instruction from memory? ദാറ്റ് മീൻസ് നമ്മളെ CPU എന്ത് ചെയ്യും, ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് റീഡ് ചെയ്യും. ഏതാണ് ഫസ്റ്റ് ഫേസ്, ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന ഫസ്റ്റ് ഫേസ്. നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡീകോഡ് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ ആ ഫെച്ച് ചെയ്ത ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്യും. ഓക്കെ, ഡീകോഡ് ഇൻസ്ട്രക്ഷൻ. അതിനുശേഷം തേർഡ് വരുന്നത് ആ ഇൻസ്ട്രക്ഷൻ ചിലപ്പം ആ ഇൻസ്ട്രക്ഷൻ ഇൻഡയറക്റ്റ് അഡ്രസ്സുള്ള ഇൻസ്ട്രക്ഷൻ ആവാം. ദാറ്റ് മീൻസ് തേർഡ് ഫേസ് വരുന്നത് റീഡ് എഫക്റ്റീവ് അഡ്രസ് ഫ്രം മെമ്മറി ഇഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻഡയറക്റ്റ് അഡ്രസ്. ഓക്കെ, തേർഡ് ഫേസ് വരുന്നത്. ഫോർത്ത് ഫേസ് വരുന്നത് എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദി 4 phases ടു എക്സിക്യൂട്ട് ആൻ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഏതാണ് ഫസ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ഫെച്ച് ഇൻസ്ട്രക്ഷൻ ഫ്രം മെമ്മറി. സെക്കൻഡ് ഫേസ് എന്ന് പറഞ്ഞാൽ ഡീകോഡ് ഇൻസ്ട്രക്ഷൻ. തേർഡ് ഫേസ് എന്ന് പറഞ്ഞാൽ റീഡ് എഫക്റ്റീവ് അഡ്രസ് ഇഫ് ആൻ ഇൻസ്ട്രക്ഷൻ ഈസ് ഇൻഡയറക്റ്റ് അഡ്രസ്. ഫോർത്ത് ഫേസ് എന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ട് ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഈ 4 phases ആണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. ഓക്കെ, എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക് കമ്പ്യൂട്ടറിൽ 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഓക്കെ, ഏതായിരുന്നു 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ, രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ ഈ 3 ടൈപ്പ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കാം എങ്ങനെയാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ 4 ഫേസസിലൂടെ ഇൻസ്ട്രക്ഷൻ എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, ഈ 3 ഇൻസ്ട്രക്ഷൻ ടൈപ്പ് എങ്ങനെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റും അതുപോലെ തന്നെ മൈക്രോ പ്രോഗ്രാംഡ് കൺട്രോൾ യൂണിറ്റും. ഓക്കെ, അപ്പോൾ ഹാർഡ്വെയർഡ് കൺട്രോൾ യൂണിറ്റിൽ ഉള്ള ഒരു കമ്പണൻ്റ് ആണെന്ത് സീക്വൻസ് കൗണ്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ആ സീക്വൻസ് കൗണ്ടർ clear to 0, that means there is no instruction to execute now. Okay, sequence counter clear to 0, SC clear to 0 എന്ന് പറഞ്ഞാൽ there is no instruction to execute now. Okay, അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും. അതിനുശേഷം ടൈമിംഗ് സിഗ്നൽ T0ൽ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുമ്പോൾ ദർ ഇസ് നോ ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട്. അതിനുശേഷം സീക്വൻസ് കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യും. നമ്മളെ ഇൻപുട്ടിൽ നേരത്തെ ഹാർഡ്വെയർ കൺട്രോൾ യൂണിറ്റിൽ ഇൻപുട്ടിൽ INR എന്ന് കൊടുത്തില്ലായിരുന്നു, ആ ഇൻക്രിമെൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ T0 ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ സീക്വൻസ് കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്ലോക്ക് പൾസ് സ്റ്റാർട്ട് ചെയ്യും. T0, T1, T2, T3 അങ്ങനെ P15 വരെ 16 കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെ ആ കൺട്രോൾ സിഗ്നൽസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ ഓരോ കൺട്രോൾ സിഗ്നൽസിലാണ് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഫെച്ച് ചെയ്യുന്നതും ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതും ആ ഇൻസ്ട്രക്ഷൻ ഡീകോഡ് ചെയ്യുന്നതും അങ്ങനെയുള്ള പ്രോസസ്സ് T0, T1, T2, T3 എന്ന് പറഞ്ഞിട്ടുള്ള T15 വരെയുള്ള കൺട്രോൾ സിഗ്നൽസിലാണ് ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം തന്നെ സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും. ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ദാറ്റ് മീൻസ് ദർ ഇസ് നോ ഇൻസ്ട്രക്ഷൻ ടു എക്സിക്യൂട്ട്. അതിനുശേഷം T0 സീക്വൻസ് കൗണ്ടർ ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം T0 എന്നുള്ള ക്ലോക്ക് പൾസിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ലോഡ് ചെയ്യും. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ദാറ്റ് മീൻസ് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ ലോഡ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു അഡ്രസ്സ് സ്റ്റോർ ചെയ്യുന്ന അഡ്രസ്സ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് ഹോൾഡ് ചെയ്യുന്ന ഒരു കമ്പ്യൂട്ടറിലെ ഒരു രജിസ്റ്ററാണ് ഇത് പ്രോഗ്രാം കൗണ്ടർ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ദാറ്റ് മീൻസ്
ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ അഡ്രസ്സ് പ്രോഗ്രാം കൗണ്ടറിൽ ലോഡ് ചെയ്യും. അതിനുശേഷം ആ അഡ്രസ് രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഇവിടെ പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്യും. പി സി പ്ലസ് 1 മീൻസ് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്യും. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഗ്രാം കൗണ്ടർ ഇൻക്രിമെൻ്റ് ചെയ്യുന്നത്. അതിനുശേഷം ഈ അഡ്രസ് രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്ത ഇൻസ്ട്രക്ഷനെ മെമ്മറിയിൽ നിന്ന് കൺട്രോൾ യൂണിറ്റ് റീഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യും. ഓക്കെ, അതിനുശേഷം ഈ കൺട്രോൾ യൂണിറ്റ് റീഡ് ചെയ്ത ആ ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ ആ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ്, ദാറ്റ് മീൻസ് ആ ഇൻസ്ട്രക്ഷൻ കോഡ് ടോട്ടലി എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. ഇവിടെ ഡീകോഡ് ഓപ്കോഡ് ഇൻ ഇൻസ്ട്രക്ഷൻ രജിസ്റ്റർ 12 to 14. ഓക്കെ, ഇപ്പോൾ 12 to 14 ഞാൻ ആ ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് പറഞ്ഞതാണ്. 12 to 14 എന്താണ്, ഓപ്കോഡാണ്. ആ ഓപ്കോഡ് എന്ത് ചെയ്യും, ഡീകോഡ് ചെയ്യും. ഡീകോഡ് ചെയ്യുമ്പം ഓപ്കോഡ് ഡീകോഡ് ചെയ്യും. അതുപോലെ തന്നെ അഡ്രസ് രജിസ്റ്ററിലെ അഡ്രസ് പാർട്ട്, അഡ്രസ് ഇൻസ്ട്രക്ഷൻ രജിസ്റ്ററിലെ അഡ്രസ് പാർട്ട് 0 to 11 ആണ്. 0 to 11 ബിറ്റ് അഡ്രസ് പാർട്ടാണ്, അത് ഡീകോഡ് ചെയ്യും. അതുപോലെ തന്നെ 15th ബിറ്റ് മോഡ് ബിറ്റാണ്, അതും ഡീകോഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ ഇൻസ്ട്രക്ഷൻ കോഡ് ഫോർമാറ്റ് നമ്മൾ പറഞ്ഞതാണ്. അങ്ങനെ ആ ഡീകോഡ് ചെയ്ത ഇൻസ്ട്രക്ഷൻ D7 സ്റ്റോർ ചെയ്യും. ഓക്കെ, D7 = 1 ആണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ രജിസ്റ്റർ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. D7 = 1 ആണെങ്കിൽ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനോ ആയിരിക്കും. ഡീകോഡർ D7 = 0 ആണെങ്കിൽ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 3 ബേസിക് ഇൻസ്ട്രക്ഷൻ ഫോർമാറ്റ് പറഞ്ഞതാണ്, 3 ബേസിക് ഇൻസ്ട്രക്ഷൻ ടൈപ്സ് പറഞ്ഞതാണ്. അപ്പോൾ അതിൽ 000 അപ് ടു 3 ബിറ്റാണ് ഓപ്കോഡ് എന്ന് പറഞ്ഞാൽ 000 to 010 ഇത്രയും വരെ എന്താണ് 00 to 001 വരെ. ദാറ്റ് മീൻസ് ഈ 711 ആണെങ്കിൽ D7 ആയിരിക്കും. ഓക്കെ, അതിനുശേഷം ഇവിടെ ഒരു ഐ ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട്. ഈ ഐ ഫ്ലിപ്പ് ഫ്ലോപ്പ് = 1 ആണെങ്കിൽ അത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനാണ്. I = 0 ആണെങ്കിൽ അതെന്താണ്, രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ D7 0 ആണെങ്കിൽ അത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. ഇവിടെ ഐ ഫ്ലിപ്പ് ഫ്ലോപ്പ് ദാറ്റ് മീൻസ് ഇൻഡയറക്റ്റ് ഓർ ഡയറക്റ്റ് അഡ്രസ്സാണ് ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് I = 0 ആണെങ്കിൽ അത് ഡയറക്റ്റ് അഡ്രസ്സാണ്. അപ്പോൾ അത് ഡയറക്റ്റ് അഡ്രസ്സ് ആയതുകൊണ്ട് ആ ഇൻസ്ട്രക്ഷൻ നേരെ തന്നെ എന്ത് ചെയ്യും, ആ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം സീക്വൻസ് കൗണ്ടർ വീണ്ടും ക്ലിയർ ചെയ്യും 0ലേക്ക്. അങ്ങനെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് മീൻസ് പ്രോഗ്രാം കൗണ്ടറിൽ ഈ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ I = 1 ആണെങ്കിൽ അത് ഇൻഡയറക്റ്റ് അഡ്രസ്സാണ്. അപ്പം എഫക്റ്റീവ് അഡ്രസ്സ് റീഡ് ചെയ്യണം. മെമ്മറിയിൽ നിന്ന് എഫക്റ്റീവ് അഡ്രസ്സ് റീഡ് ചെയ്ത് അഡ്രസ് രജിസ്റ്ററിലേക്ക് പ്ലേസ് ചെയ്യും. അതിനുശേഷം ആ മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, ഇവിടെ D7 = 1 ആണെങ്കിൽ അത് ഒന്നില്ലെങ്കിൽ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് റെഫറൻസ് ഇൻസ്ട്രക്ഷനോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ I = 0 ആണെങ്കിൽ അത് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. I = 0 ആണെങ്കിൽ T3 ക്ലോക്ക് പൾസിൽ ആ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അതിനുശേഷം സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യും. സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ I = 1 ആണെങ്കിൽ T3 ക്ലോക്ക് പൾസിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. സീക്വൻസ് കൗണ്ടർ പിന്നെ ക്ലിയർ ചെയ്യും. അതിനുശേഷം സീക്വൻസ് കൗണ്ടർ ക്ലിയർ ചെയ്യുമ്പോൾ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് ഫേസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫ്ലോ ചാർട്ട് ഓഫ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇപ്പോൾ D7 = 0 മീൻസ് ഡീകോഡർ = 0 ആകുമ്പോൾ ഇത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. ദാറ്റ് മീൻസ് 0 മീൻസ് ഇവിടെ 000 അപ് ടു 110 വരെ 00001 110 വരെ എന്താണ്, അത് മെമ്മറി റെഫറൻസ് ഇൻസ്ട്രക്ഷനാണ്. ദാറ്റ് മീൻസ് ഓപ്കോഡിൻ്റെ സ്ഥാനത്ത് 110 വരെ വരുള്ളൂ. ഓക്കെ, ഇവിടെ വരുമ്പോൾ എന്ത് വരും, മെമ്മറി റെഫറൻസ് രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനും അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനും ആണെങ്കിൽ അവിടെ ഓപ്കോഡ് എന്തായിരിക്കും
1 ആയിരിക്കും. ഇവിടെ 7 ഓപ്പറേഷൻസ് ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരു 1 കൂടി വരുമ്പോൾ എന്താണ്, അത് 8 ഓപ്പറേഷനാണ്. അത് വരുന്നത് 1 വരുന്നത് ഇവിടെ ഒന്നില്ലെങ്കിൽ രജിസ്റ്റർ റെഫറൻസ് ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ മെമ്മറി ഇൻപുട്ട് ഔട്ട്പുട്ട് ഇൻസ്ട്രക്ഷനോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ. ഇത് ഇൻസ്ട്രക്ഷൻ സൈക്കിളിൻ്റെ ഫ്ലോ ചാർട്ടാണ്. ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ 4 ഫേസസ് ഉണ്ട്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ 4 ഫേസസ് ഉണ്ട്. ആ ഫേസസ് ആണ് ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ.